Yes, Good good afternoon. afternoon. Yes, good afternoon. സാറേ സാറിന്റെ ക്ലാസ് ഉച്ച കഴിഞ്ഞിട്ടായിരുന്ന നേരത്തെ ആയിരുന്നു? അല്ലേ ഒരു ടീച്ചർ ലീവ് ചെയ്യുമ്പോ അതിന് പകരം ടീച്ചറിന് വന്നപ്പോൾ ഞാൻ രണ്ടാമത് പീരീഡ് ആയിപ്പോയതാണ്. കണ്ട 1:30 ടൈം ടേബിൾ 1:30 അതാ ചോദിച്ചത്. ശരിയാണ് ശരി. ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം ടീച്ചറിന്റെ സഹോദരി വിദേശത്തേക്ക് പോകുന്നതിന്റെ പേരിൽ ടീച്ചറിന് ഉണ്ടായില്ല. അപ്പൊ ആ ടീച്ചറിന് പകരം ഒരു 1:30 പീരീഡ് 2:30 ചേർത്തിട്ട് 1:30 നൽകിയാണ്. അല്ല, ഞാൻ ഇപ്പൊ ഗ്രൂപ്പിലിട്ട് ടൈം ടേബിളിനകത്ത് സാറിൻ്റെ 2:30 തൊട്ട് കിടക്കുന്നത്, അതാ ഞാൻ പറഞ്ഞത്. അത് ഇന്നത്തേക്ക് മാത്രമാണ്. ഓക്കെ, നമ്മൾ എടുക്കാൻ പറഞ്ഞതല്ലേ. നീ വെള്ളം കുടിച്ചാ? അപ്പൊ ഓക്കെ, let us start. Okay, let us start. Okay. Good afternoon, sir. Yes, Harida, good afternoon. Yes, okay. ഇവിടെ നമ്മുടെ ശരണ്യനെ കണ്ടില്ലാതെ ഞാൻ നോക്കിയതാണ്. യെസ്, ഓക്കെ. യെസ്, ശരണ്യ, വെരി ഗുഡ്. യെസ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐ ഹാവ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. യെസ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചായിരുന്നു. ആ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡിഡ് നോട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും എന്ന് പറഞ്ഞു. അതൊരു ചോദ്യമായിട്ട് ചോദിക്കണമെങ്കിൽ ഡിഡ് ആദ്യം വരുന്ന രീതിയിൽ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ രണ്ട് ടെൻസുകൾ നമ്മൾ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ഐ ടേക്ക്, ഞാൻ എടുക്കാറുണ്ട്. ഐ ഡു നോട്ട് ടേക്ക്, ഞാൻ എടുക്കാറില്ല. ഹി ടേക്സ്, അവൻ എടുക്കുന്നു. ഹി ഡസ് നോട്ട് ടേക്ക്, അവൻ എടുക്കാറില്ല. ഡസ് ഹി ടേക്ക്, അവൻ എടുക്കാറുണ്ടോ? ഡു ഐ ടേക്ക്, ഞാൻ എടുക്കാറുണ്ടോ? പിന്നെ സിമ്പിൾ പാസ്റ്റിലേക്ക് വന്നപ്പോ ഹി ഡിഡ് നോട്ട് ടേക്ക്, അവൻ എടുത്തിട്ടില്ല. ഡിഡ് ഹി ടേക്ക്, അവൻ എടുത്തു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. യെസ്. അപ്പൊ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അടുത്ത ഒരു ടെൻസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ ടെൻസ്. ആ ടെൻസിന്റെ പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞപ്പോ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ സബ്ജക്റ്റ് പ്ലസ് വെർബ് പാസ്റ്റ് ടെൻസ്. നോക്കി, ഇനിയിപ്പോ അടുത്തത് നമ്മൾ പറയുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതുക. വില്ലോ, ഷാലോ, ക്യാനോ ഒക്കെ എഴുതാനോ, മേയോ ഒക്കെ എഴുതുക. നമ്മളിപ്പോ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. വിൽ ഓർ ഷാൽ, ഒന്നുകിൽ വില്ല് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുക. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. പിന്നെ ഒന്നുകൂടി പറയാം, സബ്ജക്റ്റ്, വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബ്. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന അർത്ഥങ്ങൾ, സംഗതികൾ. ഓരോ ടെൻസിനും ഓരോ മീനിങ് ആണ്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പതിവിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെ പറയാമോ. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ച് പറയാമോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാമോ. ഓക്കെ ശരണ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ അത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാവൂ. വരാൻ പോകുന്ന കാര്യങ്ങൾ. യെസ്, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. യെസ്. അപ്പൊ അത് സബ്ജക്റ്റ്, വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. പ്രധാനപ്പെട്ട ശ്രദ്ധിക്കണം, വില്ലോ ഷാലോ കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. പക്ഷെ അർത്ഥം ഭാവി കാലത്തെ കുറിച്ചായിരിക്കും. യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് ടെൻസ്. എക്സാമ്പിൾ പറയാം. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ ഗോ ടു മദ്രാസ്, ഞാൻ മദ്രാസിലേക്ക് പോകും. കേട്ടോ, ഐ വിൽ ഗോ. ഐ വിൽ വെന്റെന്നല്ല പറയാം, ഐ വിൽ ഗോ. വില്ലോ ഷാലോ കഴിഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിക്കും. ഐ വിൽ ഗോ. ഐ വിൽ യൂസ് മെഡിസിൻ, ഞാൻ മരുന്ന് ഉപയോഗിക്കും.
I will use laptop. ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കും. Yes, I will clean the room. ഞാൻ മുറി വൃത്തിയാക്കും. സബ്ജക്റ്റ് will അല്ലെങ്കിൽ shall വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ that is called simple future. ആ ടെൻസിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഈ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. ഭാവിയിലേക്ക് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. യെസ്, നമ്മൾ അന്ന് ഇത് ഒരു 5 എണ്ണം അതിൽ നിന്ന് ഒരു 5 ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു 5 എണ്ണം അതിൽ നിന്ന് എടുക്കാം. ഒരു 5 ഐറ്റം എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് നോക്കാം. യെസ്, നമുക്കൊന്ന് പറയാം. ഐ വിൽ കുക്ക് ബിരിയാണി ടുമാറോ. പറയാലോ, നാളെ ഞാൻ ബിരിയാണി ഉണ്ടാക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം നെക്സ്റ്റ് വീക്ക് ഐ വിൽ അറ്റൻഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ. അടുത്ത ആഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കും. അല്ലെങ്കിൽ ആ ബർത്ത്ഡേ ഫംഗ്ഷനുള്ള മാറ്റിയിട്ട് ഐ വിൽ അറ്റൻഡ് എ മാരേജ് ഫംഗ്ഷൻ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഓർ നെക്സ്റ്റ് എങ്ങനെ പറയാം. യെസ്, അപ്പോ ഇതൊക്കെ കഴിഞ്ഞുപോയ സംഭവങ്ങളാണ്. വരാൻ പോകുന്ന സംഭവം ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ഈ 1:40 മുതൽ അങ്ങോട്ട് പോകുന്ന 2:40 മുതൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒരു ജോലി നേടുമെന്ന് മനസ്സ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ വിൽ സെക്യൂർ എ ജോബ്. ഞാനൊരു ജോലി നേടിയിരിക്കും. നിങ്ങൾ ഒരാളെ തട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറയാം ഐ വിൽ ഫിനിഷ്. ഞാൻ അവൾ തട്ടിയിരിക്കും. യെസ്, അതൊക്കെ നമ്മുടെ ഡിറ്റർമിനേഷൻ ഉണ്ട്, നമ്മുടെ തീരുമാനമാണ്. ആ തീരുമാനം എന്ന് പറയുന്നത് വിൽ എന്ന് പറഞ്ഞാൽ ഇഫ് there is a will there is a way. കേട്ടില്ലേ? മനസ്സെന്തെങ്കിലും എന്നിട്ട് വഴിയില്ല. അപ്പൊ അതുകൊണ്ട് പറയാം where there is a will there is a way. എവിടെയാണോ മനസ്സുള്ളത് അവിടെ അതിനുള്ള മാർഗങ്ങളുണ്ട്. മനസ്സില്ലെങ്കിലോ മാർഗങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ മലയാളത്തിൽ പറയുന്നത് പഠിച്ചിട്ടില്ല, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണ്ടെങ്കിലോ കൊമ്പത്ത് പോലും ചക്ക ഉണ്ടാവില്ല എന്ന് പറയുന്നതിന്റെ വേറെ മലയാളമാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ്. ഈ വേറെ ധരിച്ചെങ്കിൽ അപ്പൊ നമ്മുടെ ഇവിടെ ഒരു മനസ്സാണ്. നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് വെച്ചേക്കുന്നത്, തീരുമാനിച്ചു വെച്ചേക്കുന്നത് ഐ വിൽ ഫിനിഷ്, ഐ വിൽ കുക്ക്, ഐ വിൽ മേക്ക് ഇറ്റ് ഈസി, ഐ വിൽ സെക്യൂർ. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടപ്പിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം, ഭാവിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിച്ച് വെച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങളിൽ നിന്ന് ഒരു 5 ഐറ്റം നമ്മൾ എടുത്തിട്ട് നമ്മളിപ്പോ വില്ല് വെച്ച് അല്ലെങ്കിൽ ഷാല് വെച്ച് നമുക്ക് പറയാം. ഷാല് പറയും. ഈ ഷാൽ എന്ന് പറയുന്ന വേർഡ് ഐ സബ്ജക്റ്റ് ആവുമ്പോഴും ഐ, അതിന്റെ പ്ലൂറല് വി സബ്ജക്റ്റ് ആവുമ്പോഴും ഷാൽ നമുക്ക് ഉപയോഗിക്കാം. ഐ ഷാൽ, വി ഷാൽ. യെസ്, നമ്മളിപ്പോ ഈ വോളിബോളൊക്കെ കളിക്കുന്ന കളി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പന്ത് ഇങ്ങോട്ട് വരുമ്പോ 2-3 പേര് അങ്ങോട്ട് പന്തിന്റെ അടുത്തേക്ക് വരണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഐ ഷാൽ എന്ന് പറയും. ഐ ഷാൽ, ദാറ്റ് മീൻസ് ഐ ഷാൽ ടേക്ക് ദ ബോൾ എന്നാണ്. നീ മാനിക്കോ, ഞാൻ എടുത്തോളാം. പക്ഷെ അത്രയും മുഴുവൻ പറയാൻ നേരം കിട്ടൂല, അപ്പോഴും ബോൾ വരും. അപ്പൊ അതുകൊണ്ടാണ് ഐ ഷാൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഐയുടെ കൂടെ ഷാൽ വയ്ക്കാം. അതിനോടൊപ്പം തന്നെ ഐയുടെ പ്ലൂറലായിട്ടുള്ള വിയുടെ കൂടെയും ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊന്നും നമുക്കറിയില്ല. ഐയുടെ കൂടെയും വിയുടെ കൂടെയും ഷാൽ ഉപയോഗിച്ച് പറയാം. യെസ്, അപ്പൊ തൽക്കാലം നമുക്ക് വില്ല് ഉപയോഗിച്ചിട്ട് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. യെസ്, ഷാലിന്റെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് കുറെ നമുക്ക് നോക്കാം. യെസ്, വേറെ ഷാലിന്റെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അത് എന്ന് പറയാം. യെസ്, ഹസീബ. Good afternoon, sir. Hello. How are you? Fine, sir. Yes, very good, very good. അപ്പൊ ഹസീബ ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന പല പല കാര്യങ്ങളില്ലേ ജീവിതത്തില്? ഉണ്ട് സർ. ഉണ്ട്. അതിനൊരു 5 എടുക്കാറുണ്ട് ബില്ല് വെച്ച് പറയാൻ. ഉണ്ട് സർ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് പറയാം ഇപ്പൊ ഒരു 6 മാസം
അപ്പൊ ഒരു ജൂലൈ I will finish my hospital administration course by the end of June 2027. 26. Yes. I will finish my graduation in വർഷം പറയുന്നത് ഭാവിയിലേക്കുള്ള വർഷം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കുറേക്ക് പിടിക്കരുത്. കുറേക്ക് പിടിച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്. സബ്ജക്ട് will അല്ലെങ്കിൽ ഷാല് വെർബ് വെർബിന്റെ പ്രസന്റ്. ഓക്കെ. ഹസീബ പോരട്ടെ. I will go to Malappuram in next week. I will go to Malappuram next week. A determination. അടുത്ത ആഴ്ച മലപ്പുറത്ത് പോയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ I will cook കുഴിമന്തി in കുഴിമന്തി tomorrow. നാളെ അങ്ങോട്ട് പോകാനാണ് നല്ലത്. I will prepare കുഴിമന്തി tomorrow. Yes, പിന്നെ I will attend hospital administration ceremony in 4 months. After 4 months. Okay. Yes. Okay. 4 മാസത്തിന് ശേഷം. അടുത്തത് I will go to Trivandrum in Sunday. In Sunday. Yes. I will go to Trivandrum on Sunday. Yes. ഇന്നുള്ളത് ഓണാക്കിയത് on Sunday. Yes. ഇല്ലെങ്കിൽ ഉണ്ടാക്കൂ. നസീബ സത്യം എന്നാ വേണമെന്നില്ല, നമുക്ക് സെന്റൻസ് കിട്ടിയാൽ മതി. നാളെ തുണിയൊക്കെ കാണിച്ചിട്ടില്ലേ? I will consult a doctor tomorrow. I will Consult a doctor. Yes. Okay, very good. I will consult with the doctor tomorrow. Very good. Okay, Hasiba. Very good. Yes. ഹസീബയാണ് ഐശ്വര്യമായിട്ട് തുടങ്ങി വെച്ചത്. അവിടെ ഹരിത റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അവിടെ സൂചന ഇട്ടിട്ടുണ്ട്. അപ്പൊ ഹരിത റെഡിയാണ്, ഷാനി ആശ റെഡിയാണ്. യെസ്. ഓക്കെ. അപ്പൊ ഒരറ്റത്തിൽ നിന്ന് പോരുകയാണ്, ബാക്കിയുള്ളവർ റെഡിയാവുക. ബില്ല് വെറുതെ പ്രസിഡൻസ് തകർക്കാം. യെസ്. അപ്പോ നമ്മുടെ ഓക്കെ. ഞാൻ നമ്മുടെ കഴിഞ്ഞ ഇന്നത്തെ നമ്മുടെ ഒരാളുണ്ടായിരുന്നു പോയോ? യെസ്. ഓക്കെ. യെസ്. പറഞ്ഞോളൂ ഹരിത. I will prepare biryani tomorrow. Tomorrow. Yes, I will just correct. I will prepare biryani tomorrow. Yes, pinna. I will go to Munnar in vacation. Yes. I will go to Munnar vacation. Yes, in next vacation. Okay. I will attend a marriage function. Yes, എന്താണ്? Tomorrow. അപ്പൊ അതുകൂടെ ചേർത്ത് സെന്റൻസ് ഭംഗിയാവട്ടെ. നിങ്ങൾ ലെങ്ത് കൂടിക്കോട്ടെ. ഇനി നമുക്ക് അങ്ങനെ പിടിക്കാനുള്ള ഐ വിൽ അറ്റൻഡ് എ മാരേജ് ഫംഗ്ഷൻ ടുമാറോ. അതിന്റെ കൂടെ നമുക്ക് ഒന്നുകൂടി ഭംഗിയാക്കാം. ഐ വിൽ ഗോ ടു എ മാരേജ് ഫംഗ്ഷൻ ടുമാറോ വിത്ത് മൈ ഹസ്ബൻഡ് ആൻഡ് ചൈൽഡ്. കണ്ടോ? അങ്ങനെ മാറ്റി പിടിക്കാം കേട്ടോ. സെന്റൻസ് ഒക്കെ ഒന്ന് ഭംഗിയായിരിക്കും. യെസ്. ഓക്കെ. അടുത്തത് We shall going playing today. We shall playing today. ഗോയിങ് എന്നുള്ളത് മാറ്റിട്ട് ഗോ എന്നാണ്. ING ആയിട്ടില്ല. ഷാല് കഴിഞ്ഞാല് ING നമുക്ക് വേറെ ആയിട്ടില്ല. അത് വേറെ we shall go by play. Yes. I shall going to beach in children and husband. Okay. Yes. അപ്പൊ നമുക്ക് കുട്ടികളുടെ കൂടെ ഭർത്താവിന്റെ കൂടെ എന്നുള്ള പ്രൊപ്പോസിഷൻ ഉണ്ട്. വിത്ത് I will go to beach with my husband and children. എന്റെ ഭർത്താവിന്റെയും കുട്ടികളുടെയും കൂടെ എന്നുള്ളതിന്റെ വേണ്ടതാണ് വിത്ത്. യെസ്. ശരണ്യ യു ഞങ്ങളിവിടെ ബില്ല് വെച്ചിട്ടുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ശരണ്യ വന്നോളൂ. ഞാൻ ശരണ്യോട് നോക്കി. യെസ്. ഓക്കെ. കണ്ടിന്യൂ. ശരണ്യോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I shall go to school tomorrow. I shall go to school tomorrow. I shall go to School tomorrow. നമുക്ക് അത് ഒന്നുകൂടി ഭംഗിയാക്കാം. നാളെ എന്റെ മകന്റെ സ്കൂളിലേക്ക് ഞാൻ പോകുന്നു അല്ലെ? അപ്പൊ ഐ ഷാൽ ഗോ ടു
my child's school tomorrow. അല്ലെങ്കിൽ I shall attend a PTA meeting tomorrow. നാളെ ഞാൻ ഒരു PTA മീറ്റിംഗ് പങ്കെടുക്കും. Yes. വെരി ഗുഡ് വെരി ഗുഡ് സരിത, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ആശ പറയാ, ആശ കഴിഞ്ഞതിന് ശേഷം ഷാനി. ഓക്കെ സാർ ഓക്കെ ഇനഫ്. യെസ്, ഇനിയുണ്ടോ? ഇല്ല സാർ ഓക്കെ ഇനഫ്, കഴിഞ്ഞു. ഓക്കെ താങ്ക് യു. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കയ്യിലിട്ടുണ്ട്, അതും കൂടി ഒന്ന് പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. യെസ്, ഓക്കെ ഓക്കെ ആശ, യു കണ്ടിന്യൂ. കണ്ടു പറയാം, നോക്കിട്ട് പറയാം. ഒബ്സർവ് ചെയ്യും. യെസ്, ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, പറഞ്ഞോളൂ. Sir, I will buy a car in my future. I will buy a car in future. My future വേണ്ട, in future. Yes, okay. I will go to my friend marriage to next Sunday. Apostrophe ഓഫ് എന്നുള്ള അർത്ഥമാണ്. എന്റെ സുഹൃത്തിന്റെ I will go to my friends apostrophe ഫ്രണ്ടിന്റെ apostrophe marriage. Okay. I will go to abroad to my lovely husband. Yes, to my lovely husband. Yes, I will buy a job in my future to relate this course hospital administration. Yes, I will secure a job in future. Very good very good. Okay. Then, I will go to church tomorrow. I will go to church tomorrow. I will arrange to my room. വേണ്ട. ശരിയാവില്ല അല്ലേ? I will cook mandi next Sunday. I will cook mandi next Sunday. Okay sir, that's all. Okay. Yes, അപ്പൊ ശരണ്യ ഇവ പറയുന്നു I will go to abroad after my studies. പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങോട്ട് പോകും, വിദേശത്തേക്ക് പോകുന്നവരുണ്ട്. ഷാനി ബ്രോസെ പറഞ്ഞോളൂ. Yes sir. I will come to the convocation ceremony after completing my course. Yes, I will attend the convocation ceremony after completing my course. Very good. Yes. I will meet my lovely husband after 1 year. I will meet my lovely husband after 1 year. Yes. I will invite everyone for my housewarming. I will invite everyone for my housewarming. Get it? അല്ലേ, ഞാനിത് ഷാനി ഫ്രോസിനോട് എല്ലാവരോടാണ് പറഞ്ഞത്. ഇൻവിറ്റേഷൻ വരും. ഓക്കെ. Okay. If I got my certificate, I will join in a hospital after my course. Yes. അപ്പൊ ഗെറ്റ് പറഞ്ഞാൽ മതി. അതായത് അവിടെ ഓക്കെ ഗുണം പറഞ്ഞു, ഗെറ്റ് മതി. Okay. Okay. Definitely we shall meet in convocation ceremony. Yes, definitely we shall meet in convocation. നല്ല ഇഷ്ടപ്പെട്ടോ? എന്തായാലും convocation ceremony വരുമ്പോ കാണാം. നാളെ ഹോസ്പിറ്റൽ H16 വന്നു. നാളെ അല്ല, സാറ്റർഡേ convocation ceremony ആണ് 16. ഓക്കെ, അടുത്തത്. I shall wear a new dress for Christmas. I shall wear a new dress for Christmas. That's all sir, thank you. Okay. ഒരു കാര്യം മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് വെച്ച് പറഞ്ഞ സ്ഥലത്ത് ഒരു കറക്ഷൻ, ഒരു സംഗതി പറയാം. നമ്മളൊരു റിലേറ്റീവ് പ്രോണൗൺ വെൻ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ ഉപയോഗിച്ച് പറയുന്നത്. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുക, വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. വെൻ യു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോകുമ്പോൾ എന്നാണ്. വെൻ യു വെന്റ് എന്ന് പറഞ്ഞാൽ നീ പോയപ്പോൾ എന്നാണ്. അത് കഴിഞ്ഞു പോയ സംഭവം. ഭാവിയില് കിട്ടുമ്പോൾ, കിട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രസന്റ് ടെൻസേ പറയാവൂ. ഇഫ് ഐ ഗെറ്റ്, എനിക്ക് കിട്ടുകയാണെങ്കിൽ. അപ്പോ അത് പ്രസന്റ് ടെൻസ് പറയാവൂ, പാസ്റ്റ് ടെൻസ് പറയാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ. ഓക്കെ, പാർവതി ആരെങ്കിലും ഞാൻ പാർവതി കഴിഞ്ഞാൽ ഫാത്തിമയോട് പറയും. പാർവതി പറഞ്ഞു. I will buy a new bicycle for my child. Yes, very good. I will buy a new bicycle for my child. Okay. We will go to temple next month. We will go to temple next month. അപ്പൊ നല്ല പ്രസിദ്ധമായ അമ്പലമാണെങ്കിൽ ആ പേര് കൊടുക്കുക. We will go to Guruvayur temple next month. Next month.
I will finish my loan after 4 months. യെസ്, അത് പറയാതെ കാര്യമായിട്ട് പറഞ്ഞത്. ഞാനേ ഇന്ന് കഴിഞ്ഞ ദിവസം ഐ ഹാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു സംഗതിയാണ് ഐ ഹാവ് ബാങ്ക് ലോൺ എന്ന് ആരെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ബാങ്ക് ലോൺ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആരും അത് പറഞ്ഞത്. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞായിരുന്നു സാർ. യെസ്, ഓക്കെ 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 ഓക്കെ, ഞാൻ കേട്ടു. യെസ്, ശരിയാണ്. അപ്പൊ കറക്റ്റ് ആണ്. എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? I will finish my loan after 4 months. After 4 months, I will finish my loan. Yes. I will eat chicken tomorrow. Yes. I will celebrate New Year with my parents and children. Yes. Children's വേണ്ട, children മതി. ചൈൽഡിന്റെ plural ആണ് children. അപ്പൊ children പിന്നെ രസം വേണ്ട. I will celebrate New Year with my parents and children. Yes. That's all. That's all. Very good, very good. Okay, Parvati. Yes, very good, very good. Fatima. Yes, sir. Yes, Fatima, Bibi. Good afternoon, sir. Yes, good afternoon. You continue, please. I will clear my fault. I will clear my home. Yes. Fault. Yes, okay. Then they will play at park. Yes. My friend will attend our wedding anniversary party on next week. Yes, okay. My daughter will give an opportunity to take a seminar at school. Yes. Very good, very good, very good. Yes. Then my family will go to Vagaman on next vacation. My family will go to Wagaman. Okay. It's enough, sir. That's all. Very good, very good. Okay, Fatima. Yes, okay. Fatima, correct ചെയ്തിരുന്ന കാര്യങ്ങൾ മാത്രമാണ് എടുത്തത്. Okay, 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 okay. ഇനി ആരാണ്? സിസ്റ്റർ ഡെയ്സി ക്ലീറ്റസ്. Good afternoon, sir. Yes, പറഞ്ഞോളൂ. Yes, I will. ധൈര്യമായിട്ട് പറയാമല്ലോ. I will. ഒരുപാട് കാര്യങ്ങൾ. I will go to Kerala next week. I will go to Kerala next week. Yes, very good. I will go to my home next month. I will go to my home next month. Yes, to see my parents. To see my parents. അല്ലേ? അത് വളരെ മനോഹരമായിട്ടുള്ള നിമിഷമായിരിക്കും അല്ലേ? Yes, okay. പണ്ടേ ഓക്കെ, ഇതിന് ബാക്കി വേറെ കാര്യം പറയണ്ട. പറഞ്ഞോ ഡെയ്സി, യു കണ്ടിന്യൂ. I will prepare food for my sisters in the evening. Yes, I will prepare food for my sister. Yes. I will prepare a crib next Monday. Yes, okay. I will send a flower this evening to Kannur community. Yes. Okay. Okay. That's sir. all. Very good, very good. Either. Thank you. Okay, very good, very good, very good. Yes, yes, okay. Well, I will go to see my parents after a long time ആണ് പോകുന്നത് അല്ലേ? ഈ പണ്ട് ഈ പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ? മൗനം വാചാലമാവുക എന്ന് പറയില്ലേ? മിണ്ടാതിരിക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. കാര്യത്തിൽ ഒരു കലാകൃതയുണ്ട് അല്ലെ? പാർവതിക്കുണ്ട്. യെസ്, മിണ്ടാതിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. യെസ്, നിങ്ങള് ഒരു വലിയൊരു കുറ്റം ചെയ്തെന്ന് വിചാരിക്കും. സപ്പോസ് നിങ്ങൾ ചെറിയ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കുറ്റം ചെയ്ത് വിചാരിക്കും. വീട്ടിലത് പേടിച്ചാണ് വീട്ടിലോട്ട് നിങ്ങൾ ചെല്ലുന്നത്. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛന്റെ കയ്യിൽ നിന്ന് സംഗതി ചീത്ത കേൾക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. വൈകുന്നേരമാകുന്നു, അച്ഛൻ വരുന്നു. പക്ഷെ അച്ഛൻ അതിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ തീ ഊരിയിടുന്നതിന് തുല്യമായിരിക്കാമെന്ന്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഓരോ സമയം ഇപ്പൊ ആ വിഷയം എടുത്തിടും, ഇപ്പൊ ആ വിഷയം എടുത്തിടുന്നു. പക്ഷെ ആ വിഷയമേ എടുത്തിരുന്നില്ല. യെസ്, അപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇത് തന്നെ നിങ്ങൾ ഇടക്ക് നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് ഇതേ ഒരു മെത്തേഡും സ്വീകരിച്ചു. പിന്നെ അവിടെ ചെയ്യില്ല, ആ കുട്ടിയെ ചെയ്യില്ല. യെസ്, നമ്മൾ വരുമ്പോൾ തന്നെ ശകാരിക്കരുത്. നമ്മൾ അറിഞ്ഞു, പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അവൻ വന്ന് പറയും, ഒന്ന് വഴക്കെങ്കിലും പറയും. യെസ്, അപ്പൊ നമുക്ക് അവനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. യെസ്, ഇനി ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ അത് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചത്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്
ഒരു ചെറുകഥാ മത്സരത്തിന് ഞാൻ പങ്കെടുക്കും. ചെറുകഥാ മത്സരം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ അന്ന് തന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം ഇതായിരുന്നു, നിങ്ങള് ഒരു വീട്, ആ വീട്ടിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള വീടാണ്. അപ്പൊ അവിടെ നിന്ന് ഒരാളെ, 3 സഹോദരിമാരുണ്ട്, സഹോദരനുണ്ട്, ഒരു സഹോദരനുള്ളൂ. അപ്പൊ ആ സഹോദരനെ പൈസയൊക്കെ സംഘടിപ്പിച്ച്, വീടൊക്കെ പണയാൻ വെച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് ആ സഹോദരനെ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി വിടുകയാണ്. അപ്പൊ അങ്ങനെ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി സഹോദരൻ വിട്ടു കഴിയുമ്പോൾ ആ വീട്ടിലെ അച്ഛനും അമ്മയും അനുഭവിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. ഇനി കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ മാറി ജീവിതത്തിന് പുതിയൊരു വസന്തം വരും. അതുപോലെ തന്നെ 3 സഹോദരിമാർ ചിന്തിക്കുകയാണ്, ഇനി നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറും, കാരണം സഹോദരൻ വിദേശത്തേക്ക് ജോലിക്ക് പോയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇവര് എയർപോർട്ടിൽ പോയി സഹോദരൻ വിദേശത്തേക്ക് വിമാനത്തിൽ കയറ്റി അയച്ച് വീട്ടിൽ വന്നു. പിറ്റേന്ന് രാവിലെ ഇവര് വാതിൽ നോക്കുമ്പോൾ അകലെ നിന്നും ഗേറ്റ് കടന്നു വരുന്ന, ബാഗ് തൂക്കി തിരിച്ചു വരുന്ന സഹോദരനെ കാണുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ഇവർക്ക് അറിയില്ല. സഹോദരൻ അവിടെ നിന്ന് അകലെയുള്ള ഗേറ്റും കഴിഞ്ഞ് കയറി വരികയാണ്. അപ്പൊ ഇവിടെ വരുമ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ നടന്ന് അവിടെ നിന്ന് ഇവിടം വരെ വരുന്ന സമയത്തിന്റെ ഉള്ളിൽ അവിടെയുള്ള വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, അതാണ് ചെറുകഥയ്ക്ക് അന്നൊരു വിഷയം തന്നത്. ആ നടന്ന് ഗേറ്റിന്റെ അടുത്ത് നിന്ന് നടന്ന് വീടിന്റെ വരാന്തയിൽ എത്തുന്നത് വരെയുള്ള അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ്? യെസ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിഷയം കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തത്. യെസ്, ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാതെ പറയില്ലേ? യെസ്, സംസാരിക്കാതെ സംസാരിക്കില്ലേ? അതാണ് മൗനം വാചാലമാവുക എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, സോ ലെറ്റ് us come to ഇനി ആരാണ് പറയുന്നത്? യെസ്, മെർലിൻ പറയൂ. Sir, I will help my mother today. ഐ വിൽ, അങ്ങനെ സംഭവിക്കാത്തതാണ്. എന്നാൽ ഇന്ന് ഞാൻ സഹായിക്കും അല്ലേ മെർലിൻ? ഐ വിൽ ഹെൽപ്പ് മൈ മദർ ടുഡേ. നമുക്ക് അത് തന്നെ വേറെ രീതിയിൽ പറയണ്ട, വേറെ സെന്റൻസ് കറക്റ്റ് ആണ്. ഇന്ന് മുതൽ സഹായിക്കുന്നതൊക്കെ ടുഡേ ഓൺവേർഡ്സ്. ഇന്നലെ വരെ സഹായിച്ചിട്ടില്ല. എന്റെ കേസിൽ അദ്ദേഹം പറയുന്നതാണ്, ഐ വിൽ ഹെൽപ്പ് മൈ മദർ ടുഡേ ഓൺവേർഡ്സ്. ഇന്ന് മുതൽ ഞാൻ അമ്മയെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് മൈ ഹസ്ബൻഡ് ടുഡേ. യെസ്, ഓക്കെ. I will participate convocation ceremony next year. Next year, okay, very good, very good. I will attend my friend's marriage reception party. Yes, very good. I will go to church every day. I will go to church every day. Yes, okay. I will go to church every day. Yes, very good. I will make Christmas tree for Christmas. Yes, okay, okay, okay. I will celebrate Christmas. I will celebrate Christmas. Okay, I will prepare a Christmas cake. Yeah? Okay, very good, Merlin. Very good, very good, very good. Yes. Okay, 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 okay. Then, Shamir. Ready? Sir, shall I? Okay, okay, okay. Now, Shamir കഴിഞ്ഞ് ശരണ്യനോട് ചെയ്തിട്ട് വരാം. Okay, Shamir പറഞ്ഞു. I will buy a new phone. I will buy a new smartphone. ഇരിക്കട്ടെ. Okay, Rehna, I will come. I will clean the house on tomorrow. Nice. I will clean the house tomorrow. Okay, correct. I will study for my exam. Yes, I will study for my exam. Very good. I will go to the Lulu Mall on Sunday. I will go to the Lulu Mall on Sunday. Very good. I think I will order biryani. I think I will order biryani today. I think I will order. Okay? Okay. That is all. Shamir, the video. Trondra.
ട്രിവാൻഡ്രം. ഓ, അപ്പൊ ലുലുമാൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. യെസ്, ഷമീറ, വെരി ഗുഡ്. ശരണ്യട്ടി പറഞ്ഞോളൂ. I will celebrate birthday of my son on December 29th. യെസ്, December 29 ബർത്ത്ഡേ. യെസ്, അപ്പോ I will അല്ല, അഡ്വാൻസ് വിഷസ് കേട്ടോ, ഞങ്ങളുടെ എല്ലാവരുടെയും അഡ്വാൻസ് വിഷസ്. ഓക്കെ. I will learn English language with the help of Jobu sir. Yes, okay. Thank you for your compliment. I will learn. Very good. ഇന്നലെ നമ്മുടെ MT മോണ്ടിസോറി 10ന്റെ ഇംഗ്ലീഷ് എക്സാമിനേഷന്റെ പരീക്ഷയായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ വൈകുന്നേരം പരീക്ഷ വെറുതെ മൊബൈലിൽ നോക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കുട്ടികളുടെ മെസ്സേജ് കേട്ടു. സാറേ, ഇംഗ്ലീഷ് ഞാൻ ഫുള്ളായിരിക്കോട്ടെ എന്ന് പറഞ്ഞു. 100 ഞാൻ സംഘടിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ പോലെ. സോ ഓക്കെ, നിങ്ങൾ ഒരു പദ്ധതി മനസ്സിലാക്കിയാൽ മതി. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഗതി അത് നമുക്ക് പഠിക്കണമെന്ന് നമുക്ക് പറയണം. പറയാതെ നമുക്ക് പഠിക്കില്ല. കിട്ടിക്കോട്ടെ, പറയാൻ നമ്മൾ മനസ്സിലടിച്ചാലുണ്ടല്ല, ബാക്കി പറയാനുണ്ടല്ലോ. യെസ്, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോ ഓക്കെ പറഞ്ഞോളൂ. ഹരിത. I will meet lovely husband in 3 years. I will meet lovely husband in 3 years. ഓക്കെ. ശരണ്യ, ഒരു മിനിറ്റ്. ഒരു ഇത് എഡിറ്റ് ചെയ്യണം. ഐ വിൽ മീറ്റ് മൈ ഹസ്ബൻഡ് ആഫ്റ്റർ 3 years ആണ്. 3 വർഷത്തിന് ശേഷം ഉദ്ദേശിച്ചത്. Okay. ഒരു ആഫ്റ്റർ കൂടി ചേർന്ന് ശേഷം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ. Lovely husband after 3 years എന്നാണോ? Lovely husband after 3 years ആണോ? ആഫ്റ്റർ 3 വർഷത്തിന് ശേഷം. Okay. I will mother meet in tomorrow. I will mother meet in tomorrow. യെസ്, ആ മദറിനുള്ളത് മൂന്നാമത് പറഞ്ഞാൽ മതി. ആരെ എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ മൂന്നാമത്. ഐ വിൽ മീറ്റ് മദർ ടുമാറോ കേട്ടോ. എപ്പോഴും സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്ത ആള്, വെർബ് ചെയ്ത പ്രവൃത്തി, ഒബ്ജക്റ്റ് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് പറയുന്നത്. യെസ്, അങ്ങനെ പോകാം. ഞാൻ ചായ കുടിച്ചു, ഐ ഡ്രാങ്ക് ടീ, അല്ലാണ്ട് ഐ ടീ ഡ്രാങ്ക് എന്ന് പറയുന്നത്. യെസ്, അങ്ങനെ തന്നെ പോകാം. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, അതാണ് ഇംഗ്ലീഷും മലയാളം തമ്മിലുള്ള വ്യത്യാസം. യെസ്, I will birthday function December 26. I will birthday function in December 26. യെസ്. I will helping my husband in tomorrow. I will have. അപ്പൊ ആ ING കളയണം. കാരണം ING അത് മതി. കാരണം ബില്ല് വന്ന സ്ഥലത്ത് ING വരുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന ING ഇട്ടത് വേറെ ടെൻസ് ആണ്. ബില്ലിന്റെ കൂടെ ING ഉണ്ടാകും. ഐ വിൽ ഹെൽപ്പ്. ഓക്കെ. I will go to Lulu Mall on Saturday. I will go to Lulu Mall on Saturday. Okay. Okay, enough, sir. Okay, very good. Sharanya, balance ഉള്ളത് പറഞ്ഞേ. I will meet my friends on convocation ceremony on next year. Next year. Met എന്നുള്ള പകരം മീറ്റ് എന്നാണ്. മീറ്റ് എന്നുള്ളതിന് പാസ്റ്റ് ടെൻസ് ആണ് മെറ്റ്. പ്രസന്റ് ടെൻസ് നമുക്ക് ഉപയോഗിക്കേണ്ട മീറ്റ് കഴിഞ്ഞാൽ മീറ്റ് മതി. I will meet my friends on convocation ceremony next year. Okay, correct. I will clean my surroundings on Sunday. Yes, I will clean my surroundings on Sunday. Very good. I will attend a birthday party on December 23rd. Yes, very good. I shall go to park with my family on Sunday. Yes, okay. That's all, sir. Very good. Sharanya, very good. Actually, ഭാഷയാണ് പറഞ്ഞത്. Very good. രഹന. Sir, my birthday is December 26. Yes, അപ്പോൾ very advanced wishes. Thank you, sir. To you, happy birthday to you. ഞങ്ങളുടെ എല്ലാവരുടെയും. Yes, okay. ദയവായിട്ട് ഐസ്ക്രീം വരുന്നു, ഫ്ലവേഴ്സ് വരുന്നു, ഇതെല്ലാം വരുന്നുണ്ട്. Yes, okay. Sir, may Yes, okay. ആരാണ്? Shwedalakshmi. സൗരലക്ഷ്മി. സൗരലക്ഷ്മി പറഞ്ഞു വന്നാൽ അത് കഴിഞ്ഞ് രഹനയിലോട്ട് വരാം കേട്ടോ. ഓക്കെ രഹന. I will quit my food cravings. I will Quit my food cravings. yes, okay. I will go to gym for reduce my weight. Yes, okay. I shall make a beautiful garden with variety flowers. Oh yes. I will complete my degree after my +2. Yes,
We will dance tomorrow after continuous practice. Yes. Dance performance tomorrow. Very good. Thank you. Yes, okay, okay. എവിടെയാണ് പെർഫോമൻസ് ശ്വേതലക്ഷ്മി? വെറുതെ പറഞ്ഞ വെറുതെ പറഞ്ഞാണ്. ഞാൻ വിചാരിച്ച് ന്യൂ ഇയർ ആയിട്ടൊക്കെ പെർഫോമൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. സത്യസന്ധമായി എനിക്ക് തോന്നി. കളിക്കാറുണ്ട് ഇപ്പോ മോളിലുണ്ട് പോകില്ല. Yes, okay, okay. Very good, very good, very good. I recognize Sabir. പറഞ്ഞോളൂ രഹന. Good afternoon, sir. Yes, good afternoon. I will attend a function next day. I will attend the function next day. Okay. We shall go to Munnar with my family on Christmas vacation. Yes, correct. I will go to Qatar next month. Yes. I will go to buy a surprise for my lovely husband after my first salary. Yes, after first salary. Oh, very good, very good, very good. Yes. I shall bring some sweets for my kids. Yes. I will achieve my job after my studies. Yes. I will attend an interview next month. Yes. It's enough, sir. Yes. Okay, 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 okay. നമ്മള് ആ ഒരു ചോദ്യം നമ്മള് okay, okay, okay. Okay. Very good, very good. Okay, രഹന, very good. സലീന സിരാജ്. Salina? Yes, she will come. Yes. Sudhi Vaishak? Okay. Yes, Padulu. I will secure a hospital job. I will secure a hospital job. Oh, very good. Yes. I will learn to drive a scooty. Yes, okay. We will build a beautiful house in future with our savings. Yes, oh, we will build a beautiful house with our savings in future. Very good. Let your dream be fulfilled. Another സ്വപ്നം പൂർണ്ണമാകട്ടെ. Yes. We will celebrate New Year with our friends and relatives. Yes, very good, very good. When I got a job, I will buy a bangle to my amma. Yes, I will buy bangles for my mother when I get a job. Okay, very good, very good, very good. We will go for a trip in Christmas vacation. Yes, okay. Absolutely, sir. Very good, very good. I saw. Very good, Sudhi. Very good, very good, very good. Yes. Then, Ilan. Ilan Muhammad. വരുമെന്ന് വിചാരിക്കാം അല്ലേ? റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ. സീനു. യെസ്, ഓക്കെ ഓക്കെ. പ്രസീത. ഓക്കെ പ്രസീത. സീനു ഞാൻ വരാം. ഒറ്റ മിനിറ്റ്. പ്രസീദത്തെ അന്വേഷിച്ചിട്ട് നമ്മൾ വരാം. ഓക്കെ മെസ്സേജ് അയച്ചോളൂ. പറഞ്ഞു ഞാൻ വായിച്ചോളാം. ഓക്കെ ഓക്കെ. സീനുവിന്റെ കഴിവ് റെഡിയായിട്ട് വെച്ചോ. ടൈപ്പ് ചെയ്ത് വെച്ചോ. ഞങ്ങൾ എടുത്തോളാം. യെസ്. അപ്പൊ ആദ്യം പ്രസീത പറഞ്ഞോളൂ. പ്രസീത പട്ടം മാറിപ്പോയി തോന്നുന്നു. യെസ്. അപ്പൊ ഇതാരും ചെയ്യും. സീനു പറഞ്ഞോളൂ. പ്രസീത വന്നോ? ഓക്കെ. സീനു പറഞ്ഞു. പ്രസീത, ആർ യു റെഡി? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല എഴുതുന്നു. ഓക്കെ. ഇല്ല ഒരു മിനിറ്റ്. പ്രസീത കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. യെസ്. ഓക്കെ. പറഞ്ഞോളൂ പ്രസീത. I will try to get job on next year. I will try to get a job next year. Yes. I will buy new dress on next month. I will buy new dress next month. I will go to home after 2 years. Yes. I shall meet my best friend on next month. Yes. I shall overcome any problem with the God blessing.
Yes, very good, very good, very good, very good. Okay. അപ്പോ ഇലാൽ പറയുന്നു I will go to Saudi Arabia. ബാക്കി കൂടി പറഞ്ഞോളൂ ഇലാൽ. I will go to Saudi Arabia. Saudi Arabia ആണ് ഇഷ്ടം അല്ലേ? Yes, Saudi. ഓക്കെ ശരണിയും പറഞ്ഞോളൂ. ടൈപ്പ് ചെയ്യല്ലേ? ടൈപ്പ് ചെയ്തോളൂ. ഞാൻ വരാട്ടെ സീനു, ഗെറ്റ് റെഡി. Yes, my mother will cook delicious food. Okay, 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 very good. Ilan? Yes, I will build a house with my own savings. Savings, okay. Sharanya, very good, very good, very good. Yes. I will build my own house with my own savings. I will cook payasam tomorrow. Very good. I will prepare payasam tomorrow. Yes. I will go to my house next Saturday. Okay, Sharanya? I will go to my house next Saturday. Correct? Yes, my son will go to Pattambi next week. My son will go to Pattambi next week. Yes, enough. Okay, 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 okay. Sinu, പറഞ്ഞോളൂ. Good afternoon. Yes, good afternoon. I will build a new house next year. I will build a new house next year. Yes, okay. I will make a new garden in it. Yes, I will make a garden in front of it. Okay. I will buy a car next year. Yes, very good. I will sure speak in English. I am sure that I will speak in English. Okay, very good. I will buy a new dress next week. Yes, I will buy a new dress next week. Okay, sir. Yes, okay, okay, okay. Very good, very good, very good. നീ ആർക്കാണ് പറയാൻ താല്പര്യമുള്ളത്? യെസ്, അപ്പൊ ഒരു 15 മിനിറ്റ് ഇനി അവശേഷിക്കുന്നുണ്ട്. അപ്പൊ ആ 15 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യെസ്, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ച് നിർത്തിയ ചോദ്യങ്ങൾ സ്ഥലത്ത് നിന്ന് ആരംഭിക്കുകയാണ്. യെസ്, 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റ് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ടൈപ്പിംഗ് ഈസ് ബെസ്റ്റ് എന്ന് വിചാരിക്കുന്നു. യെസ്, ഞാനൊരു സേഫ് ടു ഈറ്റ് അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ചോദിച്ചിട്ടില്ലല്ലോ? ചോദിച്ചിരുന്നു ഇല്ലാന്ന് വിചാരിക്കും അല്ലെ? എന്നാ ചോദിക്കാം. ചോദിച്ചു. എന്നാ വേണം. യെസ്, എന്നാ പിന്നെ അത് വിട്ടേര്. യെസ്, അത് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ നിങ്ങളുടെ ആൻസർ എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ആർ എന്നായിരിക്കണം. ആർ മീൻസ് റെഡ്. അപ്പൊ ആറിൽ തുടങ്ങുന്ന ആൻസർ എഴുതണം. ആദ്യം ആൻസർ ടൈപ്പ് ചെയ്യുന്ന 3 പേരെ ഞാൻ പരിഗണിക്കുന്നതാണ്. അപ്പോ ശരണ്യ യു ഒന്ന് ശ്രദ്ധിച്ചോളണം. ആരൊക്കെയാണ് ആ 3 പേരിലുള്ളത്? പിന്നെ ആരാണ്? മെർലിൻ ശ്രദ്ധിച്ചു വെക്കുക. ആരൊക്കെയാണ്? ഓക്കെ, യെസ്. ഞാൻ ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലും നിങ്ങളെ ശ്രദ്ധിച്ചോളണം. സോ യുവർ ആൻസർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ആർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ droplets falling from cloud. Yes, Sharanya, Nasia, Rahim. Sharanya, you. Sharanya, you. Rahim. അല്ലേ? രഹന ഇല്ലായിരുന്നു. രഹന റാഹിം ആയിരുന്നു. രഹന എഴുതില്ല അല്ലേ? രഹന സബ്. രഹന. പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. നാസിയ. നാസിയ. യെസ്, ഓക്കെ, ഓക്കെ.
Yes, ആദ്യം പേര് എഴുതാനും സമയം പോകില്ല എന്റെ പേരിലാണ്. Yes, okay. Your answer is correct. The answer is right. ഞാൻ ആദ്യം ഒരു സിമ്പിൾ ചോദിച്ചാലുണ്ട്. എന്താ ഒരു ചാലാവണ്ടേ? Yes, okay. അപ്പൊ ചാലായി എന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ഒരു സിമ്പിൾ കൂടി ചോദിക്കാം. Arch of colors in the sky. Arch of colors in the sky. Shani Feroz, Shamir, Asha. Shani Feroz, Asha. Pinaraidhu. Shani Feroz, Asha, Shamir ഉണ്ടായിരുന്നു. Shamir. Yes, okay, correct. The answer is rainbow. Rainbow, correct. Yes. Okay, ഇപ്പൊ അങ്ങനെ പോട്ടെ. ഇപ്പൊ നമുക്ക് പരിഗണിക്കാം. ഓക്കെ, യെസ്. ഞാനെന്ന് വെച്ചാല് പെട്ടെന്ന് വരുമ്പോൾ ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കില്ല. ഓക്കെ, ഞാൻ പരിഗണിച്ചോളാം. അടുത്തത് സർക്കുലർ ഗോൾഡ് ബ്രാൻഡ് worn, WOR, worn on a finger. Circular gold brand worn. Nasia, Shani Feroz, Rehna. Nasia, Shani Feroz, and Rehna. Yes, correct answer. The answer is ring. The answer is ring. Okay. Correct. Ardu. Simple. A place to board, BOARD, to board train. A place to board train. TRAIN, train. A place to, a place to board, 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 trains, TRAINS, trains. തീവണ്ടി, ട്രെയിനാണ്. ഓക്കെ. ശരണ്യ, നാസിയക്ക് മുമ്പ് ഒരാളുണ്ടായിരുന്നല്ലോ. ശരണ്യ, നസിയക്ക് മുമ്പ് ഉണ്ടായതായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. പ്രിയ എവിടെ പേര് കണ്ടിട്ടുണ്ട്? അത് പ്രിയ ഹരിദാസ്. യെസ് പ്രിയ ഹരിദാസ്. ഓക്കെ. യെസ്, ഓക്കെ. സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? എല്ലാവർക്കും കുഴപ്പമുണ്ടോ? ഞാൻ പറയുന്നത് ക്ലാരിറ്റി കുറവുണ്ടോ? ഇടയ്ക്ക് കട്ടാവുന്നുണ്ടല്ലേ? നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. ഓക്കെ. ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. യെസ്. Answer railway station. Next question. A thick carpet, CARPET. A thick carpet that covers, COVERS, covers a small area. A thick carpet that covers a small area. A thick carpet that covers a small area. Yes, Shamir, Ilan, Sharanya, you. Shamir, Ilan, Sharanya, you. Correct answer. Right. RUG. Parabadani എന്നൊക്കെ പറയില്ലേ? ആ സംഗതിയാണ്. അടുത്തത്. A small machine that controls TV. Nasia, Fatima, Shani Feroz. Nasia, Fatima, then Shani Feroz. Okay.
The answer is remote. The answer is remote. Very simple ചോദ്യം ചോദിച്ചാണ്. Yes. അടുത്തത് ചോദ്യം ഇത്തിരി ലെങ്ത് അല്ല, ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. ആൻസർ ഇത് പറയാം. A thick, THICK, thick. Strong, STRONG, strong. Cord, CORD. A thick, strong cord made by twisting, TWISTING, twisting strands, STRANDS, strands together. ഒന്നുകൂടി പറയാം. A thick strong cord made by twisting strands together. Asha A, Nasia, Lahara. Asha, Nasia, and Hannah. Correct answer. The answer is rope. Rope. In the general rope. Yes. അടുത്തത് elevated track, TRSK. Rides, RIDES, rides. Elevated track rides in amusement park. In amusement park. Rope, elevated track rides in amusement park. വേറൊരു പേര് പറയും. റൈഡ് ആണ്, പക്ഷെ അതിന് വേറെ പേര് പറയും മാഷ. എലിവേറ്റഡ്. ഓ, ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കുക. Yes, Shamir, correct answer. Shamir, Shani, Firoz, Ilal. Shamir, Shani, Firoz. സാറ് എന്നെ പരിഗണിക്കണം. റോളർ എന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്നെ പരിഗണിക്കണേ. ഞാൻ പരിഗണിച്ചു. അത് ഒന്നും കൂടി വിശദീകരിക്കാനാണ് ഞാൻ പറഞ്ഞത്. റോൾ എന്ന് പറഞ്ഞു. യെസ്, ഓക്കെ, വെരി ഗുഡ്. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് മാർക്ക് മാത്രമാണ്. അത് തന്നിരിക്കും. യെസ്, അപ്പൊ നോക്കി, റോളർ കോസ്റ്റർ എന്നാണ് അതിന്റെ പേര്. റോളർ കോസ്റ്റർ. ഇത് അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ കറങ്ങി പോകുന്നത് കണ്ടില്ലേ? റോളർ കോസ്റ്റർ. അടുത്തത് സിമ്പിൾ ആണ്, എന്തായാലും ചോദിക്കാം. വേണ്ട, അപ്പൊ ഞാനത് വിട്ടിട്ടോ. യെസ്, എ മെഷീൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ മെഷീൻ resembling a human. A mission resembling a human doing. Yes, Nasia, good. Nasia, Ivan. Nasia. Ilan, പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നില്ല. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഞാൻ ചോദ്യം മുഴുവനാക്കിയില്ല, കാരണം അതിന് മുമ്പ് ഉത്തരത്തിലേക്ക് വന്നു, കാരണം നമുക്ക് ഉത്തരം അറിയാം. അപ്പൊ എന്നാലും ഞാൻ വെറുതെ ചോദ്യം ഒന്ന് പറയുകയാണ്. എ മിഷൻ റിസംബ്ലിംഗ് എ ഹ്യൂമൻ ഡൂയിങ് കോംപ്ലക്സ് ടാസ്ക്, ഇതായിരുന്നു ചോദ്യം. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ മാർക്കുകൾ പറയാം. ഫാത്തിമ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സാർ 2 ക്വസ്റ്റ്യനും കൂടെ. 2-3 ക്വസ്റ്റ്യൻസ് കൂടെ. 2 ക്വസ്റ്റ്യൻ കൂടെ. യെസ്, അടുത്ത ചോദ്യം. എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ റണ്ണേഴ്സ്, horses, vehicles. A competition between, yes, Shani, Feroz, Asha, Ivan, Shani, Feroz, Asha, Ilan. Yes, racing. Okay. Correct. ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ വൺ. upper covering of a building. Upper covering of a building.
നിസിയ, രഹന, പ്രസീത. നിസിയ, രഹന ആൻഡ് പ്രസീത. പ്രസീത പുതിയതായിട്ട് വന്നു അല്ലേ? യെസ്, ഓക്കെ. അപ്പോ വെരി ഗുഡ്, വെരി ഗുഡ്. ദ ആൻസർ ഈസ് റൂഫ്. അപ്പൊ ഒന്നുകൂടി പറയാം. ഫാത്തിമ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പ്രിയ ഹരിദാസ് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഹരിത 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പ്രസീത 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആശ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഷമീർ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശരണ്യ യു 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ്. ഇനി ഇലാന് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഈ 4 പോയിന്റ് കിട്ടിയ ഇലാൻ 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 2-ാം സ്ഥാനത്തേക്ക് 2 പേര് വന്നിട്ടുണ്ട്. രഹന 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഷാനി ഫിറോസ്, യു ആൾസോ ഗോട്ട് 5 പോയിന്റ്. അപ്പോ നിങ്ങൾക്ക് 2 പേർക്ക് 2-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. 1-ാം സ്ഥാനത്തേക്ക് നസിയ വന്നിട്ടുണ്ട്. 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 7 പോയിന്റ്. ഓക്കെ. അപ്പോ മാർക്ക് കുറച്ച് ലഭിച്ചവർക്കും ലഭിക്കാത്തവർക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. We will meet in the next class. Okay. Thank you, sir. Thank you, sir. Thank you, sir. Okay. 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 Thank you, sir. Okay.